ഇന്ത്യ ഓസ്ട്രേലിയ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ പാർലമെന്റിൽ ഇടപെടൽ നടത്തുമെന്ന് ഓസ്ട്രേലിയൻ എംപി ഡേവിഡ് ഹോഡ്ജറ്റ്. പൊയ്യയിലെ CFI കോളേജിൽ വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പൊയ്യയിലെ CFI കോളേജിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ച ഓസ്ട്രേലിയൻ എംപി ഡേവിഡ് ഹോഡ്ജറ്റ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള വിദ്യാഭ്യാസ സാങ്കേതിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ പാർലമെന്റിൽ ഇടപെടൽ നടത്തുമെന്ന് പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും സാങ്കേതിക മേഖലകളിൽ അവർ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. International students and particularly Indian students come and their behaviour is good. And it has to be in some ways, because if you don't meet the obligations of a study visa or a student visa, you're at risk at having that visa cancelled and not being able to complete your studies, which would be an embarrassment to yourself and your family and your country. So there's always an incentive there for people to do well and behave themselves. I think going back quite a while ago, 5 or 10 years, some of the international students were getting a bit of a bad reputation, but I think it wasn't so much their behaviour. They were coming and doing a bit of work or employment, more hours than what they should have been, less study, so there was questions about that. ഓസ്ട്രേലിയൻ സർവകലാശാലകളിൽ നിന്നുള്ള അക്കാദമിക് സാങ്കേതിക സഹകരണങ്ങൾ CFI വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. And sometimes you don't have to be an elected official or have a title or an office to continue in that public service. Most of the time you don't get a choice when you leave politics. You get voted out or you lose the election. So I'm fortunate to have had 20 years as the state member, and I had 9 years in local government before that. Me personally, I always thought that politics wasn't a job for life. I thought I would get in, make a difference, contribute, try and make positive change in people's lives, positive change in the state, in the world, in where I live. CFI ട്രസ്റ്റ് ചെയർമാൻ ജോസി പി ചാക്കോയുമായി വർഷങ്ങളായുള്ള സൗഹൃദം പങ്കുവച്ച ഡേവിഡ് ഹോഡ്ജറ്റ് ഗ്രാമീണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന CFI സ്ഥാപനങ്ങൾ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിൽ ശ്രദ്ധേയമായി പങ്കുവഹിക്കുന്നുണ്ടെന്നും വിലയിരുത്തി. ഓസ്ട്രേലിയൻ സർവകലാശാലകളിൽ നിന്നുള്ള കൂടുതൽ വിദഗ്ധരുടെ സഹകരണം ഉറപ്പാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദേശ സഞ്ചാരികൾ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ സാധാരണയായി ഡൽഹിയും മുംബൈയും സന്ദർശിക്കാറുണ്ടെങ്കിലും കേരളത്തിന്റെ പ്രകൃതി ഭംഗി അതുല്യമാണെന്നും ഇനി മുതൽ കേരളം സന്ദർശിക്കാനും നിർദ്ദേശിക്കുമെന്നും വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് മറുപടിയായി ഡേവിഡ് ഹോഡ്ജറ്റ് പറഞ്ഞു. ചടങ്ങിൽ CFI മാനേജർ PJ മാത്യു, യൂജിൻ മൊറേലി, CFI ലോ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ AS സരോജ, CFI എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ ഡോക്ടർ R രഞ്ജിഷ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, മാള.